നരകങ്ങൾ വാ പിളർക്കുമ്പോൾ എരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളു നീ അല്ലാതെ, എങ്കിലും ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീയൻ മകനെ എന്ന ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികൾ ഓർത്തുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം കടന്നുപോയത്. ഒരു പുത്രൻ വേണ്ടയെന്ന് കവിഹൃദയം തീരുമാനിക്കുന്നതിന് പിന്നിൽ അനേകം കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അന്യർ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞ ഈ ഭൂമിയിൽ നിനക്ക് പെറ്റുവീഴാൻ ഇടമെങ്ങ്? മുലപ്പാലിൽ പോലും വിഷം കലർന്നിരിക്കുന്നു. രോഗദാരിദ്ര്യ ജരാനര പീഡകൾ ബാധിച്ചുഴലാൻ നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? മുൾക്കുരിശേന്തി മുടന്തുമ്പോൾ നീ എന്നെ ക്രുദ്ധതയോടെ ഓർക്കില്ലേ? അനേകം ദമ്പതികൾ ഇപ്പറഞ്ഞതൊന്നുമല്ലാത്ത കാരണങ്ങളാൽ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭൂമിയിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ അനേകം അനിഷ്ടകരമായ അനീതികൾ അവർക്ക് സൂചിപ്പിക്കാനുണ്ട്. പക്ഷേ നരകങ്ങൾ വാ പിളർക്കുമ്പോൾ പുത്ര നീയേ ഉള്ളൂ എനിക്ക് വിളിച്ചു കരയാൻ എന്നെഴുതിയ ചുള്ളിക്കാടിൻ്റെ വായന സംസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. പൂർവസൂരികളെ ഇത്രയധികം ആദരവോടെ വായിക്കുകയും അവരുടെ വാക്കുകൾ ഓർത്തുവെക്കുകയും ചെയ്യുന്ന മറ്റൊരു കവിയില്ല ഇന്ന് നമുക്ക്. മനുഷ്യരെ കാത്തിരിക്കുന്ന എണ്ണമറ്റ നരകങ്ങളെക്കുറിച്ച് പുരാണങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. അതിൽ സുപ്രധാനമായ ഒന്നാണ് പുന്നരകം, പുത്രനില്ലാത്തവർക്കുള്ള നരകം. പുത്രിമാരെ പിണങ്ങരുത്, നിങ്ങളെയും കവി ഇതിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഈ മനുഷ്യപുത്രിക്കും ഇഷ്ടം. കാളിദാസൻ ശാകുന്തളത്തിൽ ദുഷ്യന്തനെ കൊണ്ട് കണ്ണീരോടെ പറയിക്കുന്ന ഒരു കാര്യം ഓർമ്മിപ്പിച്ച് ഇത് അവസാനിപ്പിക്കാം. പൂർവികർക്ക് ശ്രാദ്ധമൂട്ടുമ്പോൾ കയ്യിൽ വീഴ്ത്തിയ കുടിനീർ കണ്ണീരൊഴുകിയ മുഖം കഴുകിയിട്ട് മാത്രമേ അവർ കുടിക്കുന്നുള്ളൂ. അതിനാൽ അവരുടെ ദാഹം ശമിക്കുന്നില്ലത്രേ. ഇവന് ശേഷം ആരുണ്ട് നമുക്ക് കുടിക്കുനീർ വീഴ്ത്താൻ എന്ന് ഖേദിച്ചുകൊണ്ടാണ് തൻ്റെ പൂർവ്വപിതാക്കൾ ശ്രാദ്ധമുണ്ണാൻ എത്തുന്നതെന്ന് ദുഃഖിക്കുന്ന ദുഷ്യന്തനെയാണ് കാളിദാസൻ കാണിച്ചു തരുന്നത്. സന്താനരാഹിത്യ ദുഃഖം പോലും ആ നീതിമാനായ രാജാവ് അവനവനിലൊതുക്കാതെ തൻ്റെ പൂർവികരുടെ ചിന്തയിലേക്ക് എത്തിക്കുന്നതിന് ഒരപൂർവമായ ഔചിത്യമില്ലേ?